സുഖമില്ലാത്ത ഒരച്ഛനെ ഒരാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു നഴ്സുണ്ട്. പകൽ മുഴുവനും ആ നഴ്സ് കൂടെ ഉണ്ടായിരുന്നു. രാത്രിയായപ്പോൾ നഴ്സിൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് പുതിയൊരു നഴ്സാണ് ചാർജ് എടുത്തത്. അപ്പോൾ ഈ രണ്ടാമത് വന്ന നഴ്സ് ഈ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അച്ഛന് തീരെ വയ്യ, മരണത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നഴ്സ് അച്ഛൻ്റെ ചെവിയിൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മോന് പുറത്ത് നിൽക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. മോനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് നഴ്സ് ചോദിച്ചിട്ടും ഇദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം മറുപടി പറയാനൊന്നും ഇദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ നഴ്സ് വേഗം പുറത്തേക്ക് പോയിട്ട് ആ മകനെ വിളിച്ച് അയാൾ ഓടി വന്നു. നഴ്സ് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ. അയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ അച്ഛനൊന്ന് പിടഞ്ഞു, മരിച്ചു. അപ്പോഴേക്ക് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും അയാളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഈ മകനില്ലേ, ആ മകൻ ആ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നഴ്സിനോടൊരു ചോദ്യം. ആ ചോദ്യം കേട്ട് നഴ്സാകെ അമ്പരന്നു പോയി. അയാൾ ചോദിച്ചത്, ഇതാരാണ് എന്നാണ്. ഇതാരാണ്? അപ്പം നഴ്സ് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലാണ് ഇരിക്കണത്, അപ്പുറത്തെ റൂമിലാണ് അച്ഛൻ കിടക്കുന്നത്. പിന്നെന്തിനാ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്ന്? എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നു. നഴ്സ് അയാളുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നു. ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ ഓടി വന്നല്ലോ. ഒരു ചോദ്യവും ചോദിച്ചില്ല, ഒരു സംശയവും പറഞ്ഞില്ല, എന്തിനാണ് എന്ന് ചോദിച്ചില്ല. എന്നെ ആവശ്യമുണ്ടോ? ഞാനവിടെ ഉണ്ട്. നിങ്ങൾ ഓടി വന്നല്ലോ, മരിച്ചാലും മറക്കില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് നഴ്സിങ്ങനെ കൈകൂപ്പി നിന്നു. ഒരായുസ് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ആവശ്യമുള്ളൊരു സ്ഥലത്ത് നമ്മളുണ്ടാവുക എന്നുള്ള, നമ്മൾ ആവശ്യമുള്ളൊരു മനുഷ്യന് നമ്മളുണ്ടാവുക എന്നുള്ള. ഒരു വലിയൊരു മാഷിൻ്റെ കൂടെ 2 കുട്ടികൾ താമസിച്ച് പഠിച്ചിരുന്നു. അപ്പം പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവാ. 3 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാ. അപ്പം മാഷ് അവർക്ക് 2 ആളുകൾക്കും ഒരു പരീക്ഷ കൊടുത്തു. ആ പരീക്ഷ എന്തായിരുന്നു എന്നറിയോ? എഴുതാനുള്ള പരീക്ഷയായിരുന്നില്ല. മാഷ് 2 ആളുടെ കയ്യിലും ഓരോ രൂപ കൊടുത്ത്, ഓരോ രൂപയുടെ നാണയം കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു, ഈ 1 രൂപയ്ക്ക് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ റൂം നിറക്കണം എന്ന് പറഞ്ഞു. 2 ആളുകൾക്ക് ഓരോ റൂമുണ്ട്. ആ റൂം നിറയെ സാധനങ്ങൾ വേണം. പക്ഷെ ആകെ അത് വാങ്ങാനുള്ള പണം ഒരൊറ്റ രൂപയാണ്. അപ്പോൾ 2 ആളും ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം. ആദ്യത്തെ ആൾ അങ്ങാടിയിൽ പോയിട്ട് കുറേ മാലിന്യങ്ങളാണ് വാങ്ങിയത്. വാങ്ങേണ്ട കാര്യം പോലുമില്ല, ആളുകൾ വെറുതെ കൊടുക്കും. പൈസ ചിലവാകേണ്ട കാര്യം പോലുമില്ല, 1 രൂപയുടെ ചിലവില്ലാതെ അയാൾ കുറേ മാലിന്യങ്ങളാണ്, കുറേ കവറുകളും മാലിന്യങ്ങളും വേസ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് റൂം നിറച്ചു. റൂം നിറക്കാനല്ലേ മാഷ് പറഞ്ഞുള്ളൂ. അയാൾ റൂം നിറച്ച്. മാഷ് ഈ പരീക്ഷകൾ അവരെങ്ങനെ പാസ്സായി എന്നറിയാൻ വേണ്ടിയിട്ട് 2 ആളുകളുടെ ഈ റൂം പരിശോധിക്കാൻ വേണ്ടി വരിക. ആദ്യത്തെ റൂമിൻ്റെ വാതിൽ തുറന്നപ്പോഴേക്ക് മാഷിന് അതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയണില്ല, ദുർഗന്ധം കൊണ്ട്. കാരണം അവിടെ നിറച്ചത് മുഴുവനും വേസ്റ്റാണല്ലോ. 2ാമത്തെ റൂമിലേക്ക് വാതിൽ തുറന്ന് മാഷിങ്ങനെ കടന്നു ചെന്നപ്പോൾ ആ റൂം നിറയെ ഉണ്ട്. 1 രൂപ കൊണ്ട് വാങ്ങാൻ പറ്റിയ
സാധനം കൊണ്ട് ആ റൂം അയാൾ നിറച്ചിട്ടുണ്ട്. ആ റൂം അയാൾ നിറച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ രണ്ട് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഒന്നൊരു മെഴുകുതിരിയാണ്, ഒന്നൊരു ചന്ദനത്തിരിയാണ്. റൂം നിറയെ വെളിച്ചം നിറഞ്ഞു, റൂം നിറയെ സുഗന്ധവും നിറഞ്ഞു. കയ്യിൽ കിട്ടിയ ആ 1 രൂപയില്ലേ, ആ 1 രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആയുസ്. എല്ലാ മനുഷ്യൻ്റെ കയ്യിലും ഈശ്വരൻ ഇതുപോലെ 1 രൂപ കൊടുത്തിട്ടുണ്ട്. ആ 1 രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആയുസ്. ചിലർ ആ ആയുസ് കൊണ്ട് നിറക്കുന്നത് ആദ്യത്തെ ആൾ നിറച്ചതുപോലെ ആയിരിക്കും. ചിലർ ആ ആയുസ് കൊണ്ട് ആ ആയുസ് അടരാടി തീർക്കുന്നത് രണ്ടാമത്തെ ആൾ ചെയ്തതുപോലെ ഇരിക്കും. നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ കുട്ടികളെ സന്യാസത്തിന് വിടുന്ന ഒരു രീതി ഉണ്ടല്ലോ. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും നേർച്ച പറയും, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ സന്യാസത്തിലേക്ക് വിടുന്നു എന്നുള്ള രൂപത്തിൽ. അങ്ങനെ സന്യാസത്തിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കണ അച്ഛനും അമ്മയും അങ്ങനെ നേർച്ചയാക്കിയ ഒരു മോനുണ്ടാവുമല്ലോ, ആ മോൻ്റെ കൗമാര സമയത്ത് ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് പറയുന്ന പേര് ഉപനയനം എന്നാണ്. കേട്ടില്ലേ? ഉപനയനം. പഴയ നമ്മളൊരു പാട്ടുണ്ടല്ലോ, ഏതായിരുന്നു ആ സിനിമ? വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനിയിലെ ഒരു പാട്ടിൽ വരിയുണ്ട്, എന്തായിരുന്നു? ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം എന്ന് പറയുന്നത്. ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം. കാരണം കൗമാര സമയത്താണ് ഉപനയനം നടക്കുക. എന്തായാലും ഈ ഉപനയനത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ അച്ഛനില്ലേ, കുട്ടിയുടെ അച്ഛൻ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്യണം. സ്വത്തുക്കളുടെ മഹാഭൂരിപക്ഷവും ദാനം ചെയ്യണം. അയാൾ ഏറ്റവും വലിയൊരു ദാനം ചെയ്തു കഴിഞ്ഞു, അയാളുടെ മകനെ ദാനം ചെയ്തു. അത് മാത്രം പോരാ, അയാളുടെ സ്വത്തും ദാനം ചെയ്യണം. സ്വത്തും ദാനം ചെയ്ത് കുഞ്ഞിനെയും ദാനം ചെയ്ത് നിൽക്കുന്ന ആ അച്ഛന് പിന്നെ കിട്ടുന്ന ഒരു പേരുണ്ട്, വല്ലാത്തൊരു പേരാ. അയാൾക്കുള്ളതൊക്കെ അയാൾ കൊടുത്തില്ലേ? എല്ലാം കൊടുത്തു കഴിഞ്ഞ, എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ആ മനുഷ്യന് കിട്ടിയെന്ന പേരെന്താണെന്നറിയോ? അയാൾക്ക് കൊടുക്കുന്ന പേര് വിശ്വജിത്ത് എന്നാണ്. വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും നേടിയ ആൾ എന്നാണ്. വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആളെന്നാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ. ആരെക്കുറിച്ചാണ് ഈ പറയണേ? എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയണേ. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല, നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നഷ്ടപ്പെടുന്നത് പോലെയല്ല നഷ്ടപ്പെടുത്തുന്നത്. നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു തീരുമാനമാണ്, നഷ്ടപ്പെടുക എന്നുള്ളത് യാദൃച്ഛികവുമാണ്. ഒരായുസ് കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത്, നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അതിൽ നിന്നൊരു പങ്ക് നമ്മുടേതല്ലാത്ത മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ള, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട്, ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാലുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാത് കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ സംസാരിക്കാനും പറ്റുന്നുണ്ട്. എൻ്റെ കൈ കൊണ്ടിങ്ങനെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് എൻ്റെ കൈ ചെയ്യുന്നുണ്ട്. ഈ ഫങ്ഷൻ ഓക്കെയാണ്, ഈ നിമിഷം വരെ കുഴപ്പമില്ല. എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൈ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും എൻ്റെ ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഈ കൈ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള, എനിക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. നടക്കാൻ കഴിയാതെ വീൽ ചെയറിലിരിക്കുന്ന ഒരച്ഛൻ, ഒരമ്മ, അല്ലെങ്കിൽ ഒരു ചങ്ങാതി, അവരുടെ വീൽ ചെയർ ഇങ്ങനെ ഉന്തിക്കൊടുക്കാൻ, തള്ളിക്കൊടുക്കാൻ ഒരു ദിവസമെങ്കിലും ഞാൻ മനസ്സ് വെച്ചിട്ടുണ്ടോ? എനിക്കിങ്ങനെ എണീച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. ഇതാ നമ്മളൊക്കെ ഇവിടെ എത്തി, ഈ ഓഡിറ്റോറിയത്തിലേക്ക് ആ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുക. ഇങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോകാൻ, സ്വന്തം റൂമിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അതിലേതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് ഈ ആയുസ്സിൽ എപ്പോഴെങ്കിലും നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നുണ്ടോ എന്നുള്ളതാണ്
അത് നമ്മുടെ സമയത്തിൻ്റെ ദാനമാണ്. എല്ലാ മതങ്ങളിലും ദാനധർമ്മം ഉണ്ടല്ലോ അല്ലേ? ഹൈന്ദവ ധർമ്മത്തിൽ ദാനം, ധർമ്മം എന്നൊക്കെയാണ് പറയുക. ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് പറയുക. ദശാംശം എന്ന് പറഞ്ഞാൽ 10 ദശം എന്ന് പറഞ്ഞാൽ 10 അല്ലേ? ശതം എന്ന് പറഞ്ഞാൽ 100, ദശം എന്ന് പറഞ്ഞാൽ 10, ദശാംശം എന്ന് പറഞ്ഞാൽ 10 മറ്റുള്ളവർക്ക് കൊടുക്കണം. ദാനം, ധർമ്മം എന്നൊക്കെ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലും പറയും. സന്ധ്യാനേരത്ത് പണ്ട് നമ്മുടെ അമ്മമാരിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഉറക്കെ വിളിച്ച് ചോദിച്ചിരുന്നില്ലേ, അത്താഴ പഷ്ണിക്കാരുണ്ടോ അല്ലേ? നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത്. നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നുമല്ല, നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ പട്ടിണി കിടക്കരുത്, അത്രയേ ഉള്ളൂ. അല്ല നാട്ടിലുള്ള എല്ലാവരുടെയും പട്ടിണി മാറ്റാനൊന്നും കഴിയില്ല. നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പട്ടിണി മാറ്റും. കോട്ടയം ജില്ലയിൽ കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന ഒരു ക്രൈസ്തവ പാതിരി ഉണ്ടായിരുന്നു. നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു കൊച്ചുകുഞ്ഞ് ഉപദേശിക്ക് ചെറിയൊരു വീടായിരുന്നു. ആ വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ പോസ്റ്റർ എഴുതി വച്ചിരുന്നു. എന്താണെന്നറിയോ? വിശന്നുകൊണ്ട് ആരും ഈ വഴിയിലൂടെ നടന്നു പോകരുത്, വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ. ഇതാണ് ദശാംശം. ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയാം. സക്കാത്ത് എന്ന് പറഞ്ഞാലും ഇതന്നെ. ഇപ്പം നമ്മളൊരു കക്കരിയെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കക്കരിയെ നമ്മൾ 10 കഷ്ണാക്കിയിട്ട് മുറിച്ചാൽ അതിലൊരു കഷ്ണം ചെറുതല്ലേ? ആ ചെറിയ കഷ്ണത്തെ വീണ്ടും 4 കഷ്ണാക്കിയിട്ട് മാറ്റുക. ആ 4 കഷ്ണത്തിൽ ഒരു കഷ്ണമില്ലേ? അതാണ് 2.5%. എൻ്റെ സമ്പത്തിൻ്റെ 2.5% എൻ്റേതല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. എൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ 2.5% എനിക്ക് ഹറാമാണ്, എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് മറ്റുള്ളവർക്കുള്ളതാണ്, ഹറാമാണ്, ഉപയോഗിക്കാനേ പാടില്ല. ഞാനത് ഉപയോഗിച്ചാൽ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവന്നു. ഞാൻ ആ 2.5% മറ്റുള്ളവർക്ക് കൊടുത്താൽ എൻ്റെ മുഴുവൻ സമ്പത്തും സുരക്ഷിതമായി. ഇതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലും ഇതേപോലെ ഉണ്ട്. നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അത് മുഴുവനും നമ്മുടേതല്ല, അത് കുറച്ച് പങ്കുവെക്കാനുള്ളതാണ്. അങ്ങനെ പങ്കുവെച്ച മനുഷ്യരെ മറ്റുള്ളവരുടെ മനസ്സിൽ ബാക്കിയായിട്ടുള്ളൂ. അല്ലാത്തൊരു സ്വന്തം കുട്ടികളുടെയും ഭാര്യയുടെയും മനസ്സിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരുടെയും ഭർത്താവിൻ്റെയും മനസ്സിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. പങ്കുവെച്ച മനുഷ്യർ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ബാക്കിയുണ്ടാവും. തുർക്കിയിലെ ഒരു വലിയ എഴുത്തുകാരനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. നമ്മളെ കുഞ്ഞുണ്ണി മാഷില്ലേ, അതേപോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ്. പേരെന്നെ അങ്ങനെയാണ്, അങ്കിൾ ഇദ്രീസ്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളല്ല, സംഭവങ്ങളാണ്, ശരിക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറീസ് ഡിഫറെൻ്റ് കൈൻഡ്. കുറേ രാജ്യങ്ങളിലും ഒക്കെ നടന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ കഥകളാണ് നിറച്ചും. അതിലൊരു കഥ ഉണ്ട്. അത് ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യമുണ്ട്. അപ്പോൾ അവനെന്തോ ഒരു സർജറി നടക്കുന്നുണ്ട്, രക്തം വേണം. രക്തം കൊടുക്കാൻ മുതിർന്ന ആളുകളാരും അവിടെ ഇല്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല. അവസാനം രക്തം കൊടുക്കാൻ വരുന്നത് അധിക പ്രായമൊന്നും ആയിട്ടില്ലാത്ത ഒരു കുട്ടി തന്നെയാണ്. വലിയ പ്രായമൊന്നും ആയിട്ടില്ല അവനാണ് രക്തം കൊടുക്കാൻ വരുന്നത്. പക്ഷെ രക്തം കൊടുക്കാനൊക്കെ അവൻ തയ്യാറാണ്. രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവനൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? അവൻ്റെ അമ്മയെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആളുകൾ അവനോട് പറയുന്നുണ്ട്, അമ്മ വേറെ എവിടെയോ ആണുള്ളത്, അമ്മയെ കണ്ടു വരുമ്പോഴേക്കും നമുക്ക് സമയമൊക്കെ മാറും, അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയണത് അമ്മയെ കണ്ടേ പറ്റുള്ളൂ, എനിക്ക് അമ്മയെ കാണണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണത് എന്താണെന്നറിയോ? അവൻ പറയാ,
ഞാൻ എൻ്റെ രക്തം അവന് കൊടുത്താൽ ഞാൻ മരിച്ചു പോകില്ലേ? മരിക്കണതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിക്കുന്നാണ്. അതല്ല അത്ഭുതം. അത് അറിഞ്ഞുകൊണ്ടാണ് അവൻ വന്നിരിക്കണത്. മരിക്കാനാണ് അവൻ വന്നിരിക്കണത്. അവനാണ് വലിയ മനുഷ്യൻ. രക്തം പൊടിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത്, രക്തം കൊടുക്കുന്നവരെയാണ്. രക്തം പൊടിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത്, രക്തം കൊടുക്കുന്നവരെയാണ് വേണ്ടത്. മറ്റൊരാളെക്കുറിച്ച് ആലോചിച്ചിട്ട് മനസ്സൊക്കെ സങ്കടപ്പെടുന്ന മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാരാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത്. അതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 വർഷം മുമ്പാണ്, നമ്മുടെ മോന് ചെറിയ കുട്ടിയായിരുന്നു. 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അവന് സാധാരണ ഓട്ടോറിക്ഷയിലാണ് പോവുക സ്കൂളിലേക്ക്. ഒരു ദിവസം സ്കൂളിലേക്കുള്ള ഓട്ടോറിക്ഷ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ വണ്ടിയിലാണ് അവനെ കൊണ്ടാക്കുന്നത്. അപ്പോൾ വണ്ടിയിലിങ്ങനെ അന്ന് ചെറിയ വണ്ടിയാണ്. വണ്ടിയിലിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചെറിയ റോഡാണ്. ആ റോഡിൽ നമ്മൾ പോകുമ്പോൾ എതിരെ വലിയൊരു ലോറി വരുന്നുണ്ട്. അപ്പോൾ ലോറിക്ക് നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു. ലോറി ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ആ ബൈക്കിന് പിന്നെ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ നമ്മുടെ വണ്ടിയെ വന്ന് ഇടിച്ച് ആ ബൈക്കിലെ 2 ആളുകളും റോട്ടിലേക്ക് മറിഞ്ഞു വീണ്. അതിന് അമ്മയും മോനുമായിരുന്നു. ആ അമ്മ ഇങ്ങനെ പിന്നെ ഉരുണ്ട് പോയി ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്താണ് അമ്മ കിടക്കുന്നത്. തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ട്. അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല. നാളെ മറ്റന്നാളൊക്കെ ആവശ്യങ്ങളുണ്ട്, അതൊന്നും നടക്കില്ല. നേരെ അത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് ഞാൻ പതുക്കെ അവിടേക്കൊന്നും എല്ലാം ശരിയാക്കി വണ്ടി തിരിച്ച് ഇങ്ങനെ പോരുകയാണ്. സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോരുക. എൻ്റെ മനസ്സിൽ നിറയെ വണ്ടിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എനിക്കാകെ സങ്കടമായി. അങ്ങനെ ഞങ്ങൾ പോരുമ്പോഴേ ഒരു കരച്ചിൽ കേൾക്കുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ പിറകിലെ സീറ്റിലിരിക്കണ നമ്മുടെ മോന് കരയുക. അവനിങ്ങനെ തേങ്ങി കരയണുണ്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ മോനെ കരയണേ? അപ്പോൾ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, അവൻ്റെ ചുണ്ടിലെ ഇവിടെ ഇങ്ങനെ മുറിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വേദന ഉണ്ടോ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അപ്പോൾ അവൻ പറയണ, വേണ്ട, ആശുപത്രിക്കൊന്നും പോണ്ട, എന്നാൽ മരുന്ന് വാങ്ങാം. മരുന്നും വേണ്ട, പിന്നെന്തിനാ കരയണേ? നീ കരയണ വേദനിച്ചിട്ടല്ലേ, പിന്നെന്തിനാ കരയണമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, വേദനയൊന്നുമില്ല അപ്പാ, വേദനയൊന്നുമില്ല. പിന്നെ എന്തിനാടാ കരയണേ? അപ്പം എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ, അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? അവരുടെ തല പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലോ, നമുക്ക് ആശുപത്രിയിലേക്ക് അവരെ കാണാൻ പോവാം. വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ മനസ്സ് വേദനിക്കുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്ത ഒരമ്മയുടെ തല പൊട്ടി ചോര വരുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം വലിയൊരു മനുഷ്യനായി. ഞാൻ ചെറിയൊരു കുട്ടിയായി. കരുണ എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ബാക്കിയാക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഒരു ദിവസം നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്, നമ്മുടെ ആയുസ്സിൽ നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്, എല്ലാവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ എത്ര ടീച്ചർമാരെ കണ്ടു, എത്ര മാഷന്മാരെ കണ്ടു. ഇപ്പോൾ ഇവിടെ ധാരാളം മാഷന്മാരും ടീച്ചർമാരും വന്നിട്ടുണ്ട്. നമ്മൾ എത്ര ആളുകളെ കണ്ടു? 100 കണക്കിന് ആളുകളെ കണ്ടില്ലേ? മാഷ്, ടീച്ചർ, 1ാം ക്ലാസ് മുതൽ നമ്മളെ പഠിപ്പിച്ച കുറേ ആളുകൾ നമ്മൾ മനസ്സിലുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഒരു ടീച്ചർ, ഏറ്റവും നല്ല മാഷ് ആരാണ് എന്ന് എന്നോട് നിങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആൾ വരും? ആ 100 ആൾ വരൂലല്ലോ, 1-2 ആൾ വരും. ഓർമ്മയുടെ മുറത്തിലിട്ട് നമ്മളിങ്ങനെ പാറ്റി നോക്കും. അതിൽ നിന്ന് പതിരുകളൊക്കെ പാറിപ്പോവും. 1-2 കതിരുകൾ ബാക്കിയായാലായി, അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു മാഷുണ്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചറുണ്ട്. മിക്കവാറും അത് നല്ലോണം പഠിപ്പിച്ച മാഷോ ടീച്ചറോ ഒന്നും ആവണമെന്നില്ല. നമ്മളോട് എന്തോ ഒരു കരുണ കാണിച്ച ആളെ നമ്മളൊരിക്കലും മറക്കില്ല, അത്രയേ ഉള്ളൂ. നമ്മളോടൊരു കരുണ കാണിച്ച ആളെ നമ്മളൊരിക്കലും മറക്കില്ല.
നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട്, നമ്മുടെ ഒരു മെൻ്ററുണ്ട്, പള്ളിയിലൊരു അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇവിടെ മാനന്തവാടിയിലേക്ക് പോവുക. രാത്രി KSRTCയിലാണ് പോണത്. ആ സമയത്ത് ചുരം കയറുന്ന സമയത്ത് ഒരാൾ ബസ്സിൽ നിന്ന് ഛർദ്ദിച്ചു. അയാൾ ഛർദ്ദിച്ചോടുകൂടി ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റ് ഇങ്ങനെ അറപ്പോടുകൂടി ഇങ്ങനെ ദൂരേക്ക് നിൽക്കുകയാണ് എല്ലാവരും. ആരും അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഒരാൾ അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അയാളുടെ പുറത്തിങ്ങനെ തടവി കൊടുക്കുന്നു. അയാളിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ ഛർദ്ദിച്ച ആ ഛർദ്ദിലല്ലേ അവിടെ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ വിരിച്ചിടുന്നു. എന്നിട്ട് ഇവന് പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ കുപ്പി കണ്ടാലറിയാം അത് പീടിയിൽ നിന്ന് വാങ്ങിയ കുപ്പിയല്ല, അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയാണ്. അവന് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളം അവൻ ഇയാൾക്ക് കൊടുക്കുന്നു. അച്ഛൻ പറയണ അത് ആരാന്നറിയോ? ആ ബസ്സിലെ കണ്ടക്ടറാ. അധികം പ്രായമൊന്നായിട്ടില്ലാത്തൊരു ആളാണ്. ജോലിയിൽ കയറിയിട്ട് കുറച്ചേ ആയിട്ടുണ്ടാവുള്ളൂ, അത്ര ഏജേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ അവനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവന് കറുത്ത തുണി എടുത്തിട്ട് ഉള്ള ആളാ. ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ടുള്ളൊരു സ്വാമിയാണ്. അച്ഛൻ്റെ മനസ്സ് അച്ഛൻ പറയാ, എനിക്ക് അവൻ്റെ കാലിൽ തൊട്ടിങ്ങനെ നമസ്കരിക്കണമെന്ന് തോന്നി. ഞാൻ ചെയ്തില്ല, ആളുകളൊക്കെ കണ്ടാലും മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ല. അങ്ങനെ ബസ് മാനന്തവാടിയിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി, അച്ഛൻ മാത്രമേ ഇറങ്ങിയില്ല. അച്ഛൻ ഇവനോട് എന്തെങ്കിലും പറയണം, അച്ഛൻ അവനോടുള്ള ബഹുമാനം കാണിക്കണം. അതിന് വേണ്ടിയിട്ട് അച്ഛനിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോയി. അവനെ ആ പൈസയൊക്കെ ഇങ്ങനെ കണക്കൊക്കെ കൂട്ടി നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് അവൻ്റെ ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, അവൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ, നീ തന്നെയാണ് അയ്യപ്പൻ. 18 പടിയും കയറി ചെന്നാൽ അവിടെ എഴുതി വെച്ചത് അതന്നെയാണ്, തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നീ തന്നെയാണ്. നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോണേ? അത് നീയാണ്. അഹമ്മദ് അഷ്ഫാഖ് എന്നൊരാളുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഹജ്ജ് ചെയ്യണമെന്നാണ്. മക്കയിൽ പോയിട്ട് ഹജ്ജ് കർമ്മം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആ തീർത്ഥാടനം ചെയ്തിട്ട് പിന്നെ മരിക്കണം, ഇതാണ്. പക്ഷെ അയാളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അവിടെ പോകാനുള്ള പൈസയൊന്നുമില്ല. ചെരുപ്പ് കുത്തിയാണ്. അങ്ങനെ ചെരുപ്പ് കുത്തി കിട്ടുന്ന കുറച്ച് പൈസ ഇങ്ങനെ ശേഖരിച്ചിട്ട് ഹജ്ജിന് പോകാനുള്ള പൈസയായി. അയാളുടെ ആനന്ദം വലുതായിരുന്നു. അയാൾ എല്ലാവരോടും യാത്ര ചോദിക്കും. ഞാനിങ്ങനെ ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കുന്നൊരു ചടങ്ങുണ്ട്. ഒരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു കറ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഹജ്ജ് സ്വീകരിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഇയാളെ യാത്ര ചോദിക്കും. ഹജ്ജിന് പോകാൻ 1-2 ദിവസങ്ങളേ ബാക്കിയുള്ളൂ. ആ സമയത്തൊരു ദിവസം ഇയാളുടെ മോനുണ്ട്, കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് കുട്ടി കരയണത്? അപ്പോൾ കുട്ടി കരയണത് എന്തിനാണെന്നറിയോ? കുട്ടി പറഞ്ഞു, നമ്മുടെ വീടിന് അപ്പുറത്തുള്ള വീട്ടിൽ അവർ ആടിൻ്റെ മാംസം കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് കുറച്ച് മാംസം ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല വാപ്പാ. എനിക്ക് ആട് മാംസം എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് തരുമോ? ആട്ടിൻ മാംസം എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് തരുമോ എന്നാണ് കുട്ടി ചോദിക്കണത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഇനി വാങ്ങാനുള്ള പൈസ ഇല്ല. ഇയാൾ ആ കുട്ടിയെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് അവരോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, അവിടെ ഒരു ഉമ്മ ഉണ്ട്, ആ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ എൻ്റെ കുട്ടിക്ക് ഒരു കഷ്ണം ഇറച്ചി കൊടുത്തുവിടായിരുന്നോ? അവൻ വല്ലാതെ കരയുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്കിനി വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഉമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അമ്മ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഞങ്ങളോട് വന്ന് ചോദിച്ചിരുന്നു, അവൻ അത്രയും അതിന് ആഗ്രഹം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് അറുത്ത ഒരാടിൻ്റെ മാംസമല്ല, മരിച്ചുപോയ ഒരാടിൻ്റെ മാംസമാണ്. അറുത്ത ആടിൻ്റെ മാംസമല്ലേ കഴിക്കാൻ പാടുള്ളൂ. മരിച്ചുപോയ ആടിൻ്റെ എന്തോ അസുഖം വന്നിട്ട് മരിച്ചുപോയ ഒരാടിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്കിത് കഴിക്കാം.
നിങ്ങളുടെ കുട്ടിക്ക് ഇത് കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് കഴിക്കാം? നമ്മൾ രണ്ടാളും ഒരേപോലെയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞങ്ങളേ ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് 1 മാസത്തോളമായി വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് ആ പാടത്തൊരു ആട് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് പാകം ചെയ്തതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഇത് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞു. ഇയാളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇയാൾ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് ഹജ്ജിന് പോകാൻ എടുത്തു വെച്ച പണമല്ലേ, അത് കൊണ്ടുവന്നിട്ട് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ എടുത്തു വെച്ചതല്ലേ, ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അയാളത് തിരിച്ചു വാങ്ങാതെ ഇങ്ങനെ പോരുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു എന്താണെന്നറിയോ, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മക്കയിലേക്ക് ഓടി ചെന്നിട്ട് എന്താ കാര്യം? എൻ്റെ പഠിച്ചവനത് ഇഷ്ടപ്പെടില്ല. ഇതാണ് എൻ്റെ ഹജ്ജ്. എൻ്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചെറിയ കുടിലാണ് എൻ്റെ മക്ക. ഞാൻ ഹജ്ജിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളെ ആവശ്യമുള്ള മനുഷ്യർക്ക് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളതാണ് കാരുണ്യം, വേറൊന്നുമില്ലത്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ വലിയൊരു വക്കീലായിരുന്നു, അറിയില്ല, വലിയ ശമ്പളം വാങ്ങുന്നൊരു വക്കീലായിരുന്നു, നല്ല ഫീസ് വാങ്ങുന്ന ആളായിരുന്നു. അത്രയും ഫേമസ് ആയിരുന്നു, അത്രയും കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം പൈസയൊക്കെ ആയി, കുറേ കാലം ജീവിതത്തിനൊരു അർത്ഥമൊക്കെ ആയി. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഇനി മതി, ഇനി എൻ്റെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലുള്ള അത്രയും സമരങ്ങളൊക്കെ നടക്കുന്നൊരു കാലമാണ്. അവർക്ക് നേതൃത്വമില്ല, അവർക്കൊരു നേതൃത്വം വേണം, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ഇന്ത്യയിലേക്ക്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന് അദ്ദേഹം രാജാറാം മോഹൻ റായിയെ ചെന്ന് കാണുന്നു. അപ്പോൾ രാജാറാം മോഹൻ റായി പറഞ്ഞു, മോഹൻദാസ് ഒരു കാര്യം ചെയ്യൂ, മോഹൻദാസ് ഇത്രയും കാലം സൗത്ത് ആഫ്രിക്കയിലായിരുന്നില്ലേ, ഇന്ത്യ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് പോയിട്ട് കാണൂ, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കൂ. അങ്ങനെ അതനുസരിച്ചിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. ഗാന്ധിജി എന്ന ഒരാളെ സൃഷ്ടിച്ച യാത്രയാണത്. ആ യാത്ര തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ്, മധുരയിലൂടെ പോകുന്ന സമയത്താണ്, നല്ല വെയിലുള്ള ദിവസം, നല്ല വെയിലിൽ അദ്ദേഹം ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്, മുഖമൊക്കെ ആകെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു നദി കാണുന്നത്, വൈഗ നദി. അപ്പോൾ വൈഗ കണ്ടപ്പോൾ ഗാന്ധിജി പറയാ, എനിക്ക് നദിയിലൊന്ന് ഇറങ്ങണം, മുഖമൊക്കെ ഒന്ന് കഴുകണം, ഒന്ന് കുളിരണം. അങ്ങനെ എല്ലാവരും പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോകരുത്, അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പോയില്ല, അവിടെ വെയിറ്റ് ചെയ്തു. അവരിപ്പോൾ വരും എന്ന് വിചാരിച്ച് കുറേ സമയമായിട്ട് അവർ കയറി വരുന്നില്ല. അപ്പം കൂടെയുള്ളൊരു സ്ത്രീ ഉണ്ട്, അവരങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു, എന്താ സംഭവം, അവരെന്താ വരാത്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സ്ത്രീ അവിടെ ചെന്നിട്ട് കാര്യം അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു, അവിടെ ഒരു ഗ്രാമീണ സ്ത്രീ കുളിക്കുന്നുണ്ട്, അവരുടെ വസ്ത്രം അലക്കിട്ട വസ്ത്രമല്ലാതെ വേറൊരു വസ്ത്രമില്ല അവർക്ക്, അതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അലക്കിയിട്ട വസ്ത്രം ഉണങ്ങുന്നത് വരെ അവർക്ക് കയറി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഗാന്ധിജി എന്താ ചെയ്തതെന്നറിയോ? ഗാന്ധിജിയുടെ ആ മേൽക്കുപ്പായം ഉണ്ടല്ലോ, മേൽക്കുപ്പായം ഇങ്ങനെ അഴിച്ചു, എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. മാത്രമല്ല, ഗാന്ധിജി ആ വൈഗാ നദിയുടെ കരയിലിരുന്നൊരു കാര്യം തീരുമാനിച്ചു. എന്താണെന്നറിയോ? എൻ്റെ നാട്ടിലെ, എൻ്റെ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർക്ക് ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലും ഗാന്ധിജിക്ക് മേൽക്കുപ്പായം ഇടാൻ കഴിയില്ല. കാരണം ഇന്നും കോടാനുകോടി മനുഷ്യർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. എന്താണ് കാരുണ്യം? കാരുണ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകാനുള്ള മന്ത്രമാണ് കാരുണ്യം. ഇത്രയും വർഷങ്ങളായി ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. അവരെ നമ്മളോട് പറയായിരുന്നു,
അവരൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് 15, 16, 17 ഒക്കെ വയസ്സുള്ള സമയത്ത് അവർ പറഞ്ഞത് മാങ്ങൊക്കെ എറിഞ്ഞ് നടന്നിരുന്ന കാലത്ത് അവർ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണിത്. ആ കൂട്ടായ്മയാണ് ഇന്ന് നാടറിയുന്നൊരു കൂട്ടായ്മയായി മാറിയിട്ടുള്ളത്. അത് ഈ ചെറുപ്പക്കാരുടെ അവരുടെ നിലക്കാത്ത ആവേശത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രതീകമായി അതൊരു വലിയ സംഘമായി കൂട്ടായ്മയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.